Welcome to today's lecture. Today I will discuss about slope detector. So this is about slope detection. This is a demodulator circuit to demodulate FM. Okay. So this is our block diagram. This is a graph. This is a FM modulated wave. This is carrier. This is message. FM signal is incoming. This is the frequency selected network. Then AM. എന്നോട് ഡിറ്റക്ടർ ഔട്ട്പുട്ട്. ഇപ്പോൾ എഫ് എമ്മിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് എമ്മിനെ ആദ്യം എ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിന് എൻവലപ്പ് ഡിറ്റക്ഷൻ നടത്തിയിട്ടാണ് ഒറിജിനൽ മെസ്സേജ് എടുക്കുന്നത്. ഓക്കെ. എഫ് എമ്മിൻ്റെ പ്രത്യേകത ഫ്രീക്വൻസി ഒരു സിംഗിൾ വേവിൽ തന്നെ പല ഫ്രീക്വൻസി വരും. ഇവിടെ ഫ്രീക്വൻസി കൂടി ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞു. കാരണം എന്താ, ആംപ്ലിറ്റ്യൂഡ് മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോൾ ഫ്രീക്വൻസി കുറയും, മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പോൾ തിരിച്ചിതിനെ ഡീമോഡുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഫ്രീക്വൻസി കൂടിയെടുത്ത് കൂടിയ ആംപ്ലിറ്റ്യൂഡ് വരണം, ഫ്രീക്വൻസി കുറഞ്ഞെടുത്ത് കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് വരണം. അതാണ് ഡീമോഡുലേഷൻ. അപ്പോൾ നമുക്ക് ഒറിജിനൽ മെസ്സേജ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണിത്. എഫ് എമ്മിനെ ആദ്യം എ എം ആയിട്ട് മാറ്റും. ദെൻ എൻവലപ്പ് ഡിറ്റക്ടർ വഴി അതിൻ്റെ എൻവലപ്പിനെ ട്രാക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു എ എം ആക്കി എടുക്കുന്നത്. ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. സോ ഫോർ ദാറ്റ് ദിസ് ഇസ് എ സർക്യൂട്ട് ടു ബി യൂസ്ഡ്. സോ ദ ഇൻകമിംഗ് ഈസ് എഫ് എം. This is the primary of the transformer is connected to FM. Secondary of the transformer, this is tank circuit actually. Inductor and capacitor. This is such as an oscillator. This oscillator have a frequency, resonant frequency, that is F0. And the rest of all is our envelope detector only. So this is the characteristics of this tuned circuit. ഈ ഒരു ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ ക്യാരിയാണിത്. അപ്പോൾ നിങ്ങളിവിടെ എഫ് എം സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെച്ച് ട്യൂൺ ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ ഫ്രീക്വൻസി ഈ സിഗ്നലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻപുട്ടിൽ വരിക, അതിനെ ഇത് ട്യൂൺ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസി ഇത് കൺട്രോൾ ചെയ്ത് വരുന്നതിന്. ഓക്കെ. നമുക്ക് വേണ്ട എന്താണ്, എഫ് എമ്മിനെ എ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ഉള്ളൊരു സിഗ്നൽ ഇങ്ങനെ വരികയാണ് എഫ് എം. സോ ഫസ്റ്റ് ഇസ് ട്യൂൺഡ് സർക്യൂട്ട്. ട്യൂൺഡ് സർക്യൂട്ട് ഈസ് ഹാവിങ് എ റെസൊണന്റ് ഫ്രീക്വൻസി F0. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ F0. ഓക്കെ. For example, I am taking it as 16 kilohertz. റെസൊണന്റ് ഫ്രീക്വൻസി 16 kilohertz, 16 kilohertz ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഇൻകമ്മിങ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇൻകമ്മിങ് ഫ്രീക്വൻസി ഇതിൽ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഹൈ ഫ്രീക്വൻസി, ഒന്ന് ലോ ഫ്രീക്വൻസി. സോ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 14 kilohertz ആണ് എന്ന് വിചാരിക്കുക. 14 kilohertzൽ ഈ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 0.7 എന്ന് പറഞ്ഞാൽ ഇതിനെ 14 kilohertz ഇതിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതിൻ്റെ ഗെയിൻ എത്രയാണോ അത്രയും ഗെയിൻ ആയിരിക്കും. ഈ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, വോൾട്ടേജ് ഔട്ട്പുട്ട് ബൈ വോൾട്ടേജ് ഇൻപുട്ട്. അപ്പോൾ അതിൻ്റെ ഗെയിൻ എത്രയാണോ അത്രയും ഗെയിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ. ഗെയിൻ ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ. ഹൗ ടു ഫൈൻഡ് ഔട്ട് വി ഔട്ട്? വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ഇൻറ്റു ഗെയിൻ. ഗെയിൻ എത്രയാണെന്നറിയാം, ഇൻകമിങ് വോൾട്ടേജ് അറിഞ്ഞാൽ മതിയല്ലോ വി ഔട്ട് കണ്ടുപിടിക്കാൻ. നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജാണ്. ഇതിൻ്റെ ഗെയിൻ, അതായത് 14 kilohertz ഫ്രീക്വൻസി ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 0.7 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഗെയിൻ ഇൻറ്റു ഇൻകമിങ് സിഗ്നൽ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ വി ഔട്ട് കിട്ടാൻ. സോ വാട്ട് ഈസ് ദ ഗെയിൻ ഹിയർ? 0.7. ഇൻകമിങ് സിഗ്നൽ ഇതാണ്, അതിൻ്റെ ഫ്രീക്വൻസി 14 kilohertz, ആംപ്ലിറ്റ്യൂഡ് 10 volt. അപ്പോൾ 10 ഇൻറ്റു 0.7. സോ ഇൻകമിങ് 14 kilohertz, ഗെയിൻ 0.7. സോ ബി ഔട്ട് ഈസ് 0.7 ഇൻറ്റു 10, ദാറ്റ് ഈസ് 7 volt. സോ യു വിൽ ഗെറ്റ് 7 volt ഹിയർ ഫോർ. അപ്പോൾ ഇതിന് 7 volt കിട്ടി. ഇനി ഈ ലോ ഫ്രീക്വൻസി വരുമ്പോൾ എന്ത് കിട്ടും? ലോ ഫ്രീക്വൻസിയിൽ എന്താണ്, ലോ ഫ്രീക്വൻസി ഫോർ എക്സാമ്പിൾ ഐ എം ടേക്കിംഗ് 2 kilohertz. ആ സമയത്തുള്ള ഗെയിൻ എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ്? വി ഔട്ട് ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻറ്റു ഇൻകമിംഗ് വോൾട്ടേജ്. ഗെയിൻ ഈസ് 0.2. വാട്ട് ഈസ് ദ ഇൻകമിംഗ് വോൾട്ടേജ്? 10 volt. സോ 10 volt. ഗെയിൻ 2 kilohertzൽ ഗെയിൻ 0.2, വി ഔട്ട് ഈസ് 10 ഇൻറ്റു 0.2, 2 volt. സോ ദ ഔട്ട്പുട്ട് ഈസ് 2 volt. ദാറ്റ് മീൻസ് ഇനിഷ്യലി ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് 7 volt maximum, minimum amplitude is 2 volt. That means it is varying. See what will happen, this frequency വേരിയിട്ടുള്ള ഈ എഫ് എം സിഗ്നൽ ഇതിനകത്തൂടെ പാസ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും കിട്ടുക. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ ഗെയിൻ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഗെയിന് ഹൈ ഫ്രീക്വൻസിയിൽ
നല്ല ഗെയിൻ, ഫ്രീക്വൻസി കുറയുമ്പോൾ ഗെയിൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഗെയിൻ വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഗെയിൻ വേരി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നു. സോ നോക്കൂ, ഹൈ ഫ്രീക്വൻസിക്ക് ആംപ്ലിറ്റ്യൂഡ് കൂടി, ഇവിടെ ഹൈ ഫ്രീക്വൻസി ആയിരുന്നല്ലോ, ആംപ്ലിറ്റ്യൂഡ് കൂടി. ലോ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. ഇതെന്താണ് ആക്ച്വലി? നോക്കൂ, നമ്മുടെ AM സിഗ്നൽ അല്ലേ. AM ഈസ് ലുക്ക് ലൈക്ക് ദിസ് ഓൾറെഡി, നോ? ഇങ്ങനെ പോകും AM. അത് തന്നെയല്ലേ FM-നെ ഇതിനകത്തൂടെ പാസ് ചെയ്യിച്ചപ്പോൾ, ഈ ട്യൂൺഡ് സർക്യൂട്ടിലൂടെ പാസ് ചെയ്യിച്ചു, യു വിൽ ഗെറ്റ് AM. നൗ ദിസ് AM ഇതിൻ്റെ എൻവലപ്പ് ട്രാക്ക് ചെയ്താൽ പോരെ മെസ്സേജ് കിട്ടാൻ? സോ യു ഹാവ് ടു ട്രാക്ക് ദ എൻവലപ്പ്. ഫോർ ദാറ്റ് യു ഹാവ് ടു യൂസ് ദിസ് എൻവലപ്പ് ഡിറ്റക്ടർ, and that envelope detector will track the envelope, and finally you will get a message. So this is the original message you transmitted. So FM demodulation നടത്തി വിട്ടു, ഡീമോഡുലേറ്ററിൽ എത്തുമ്പോൾ FM-നെ AM ആക്കി മാറ്റി, ദെൻ അതിനെ എൻവലപ്പ് ഡിറ്റക്ടർ വഴി ട്രാക്ക് ചെയ്ത് ഒറിജിനൽ മെസ്സേജ് കിട്ടി. അപ്പോൾ ഒരു ഡിഫറൻസ് എന്താ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 7, മിനിമം ആംപ്ലിറ്റ്യൂഡ് 2. സോ ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 7 volt and minimum amplitude is 1 volt. So maximum amplitude is right, minimum amplitude is 1 volt here, but here minimum amplitude is 2 volt. So this is our original message. അപ്പോൾ നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുമ്പോഴും റിസീവറിൽ എത്തുമ്പോഴും ഇവിടെ 1 volt വരണം, പക്ഷേ ഇവിടെ 2 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ 1 വോൾട്ടേ ലോസായി. അപ്പോൾ എറർ ഉണ്ടായി, 1 വോൾട്ടിൻ്റെ എറർ ഉണ്ടായി എന്ന് പറയും. ഇതിന് കാരണം ഇത് നോൺ ലീനിയർ ആയതുകൊണ്ടാണ്. നോൺ ലീനിയർ ഡിവൈസ് ഓപ്പറേഷനിൽ എപ്പോഴും always you will get an error in non linear operation. So this region should be linear, then only we will get a constant gain, error free output. Okay, so that is the disadvantage of this circuit. So to detect FM, it is necessary to have a circuit whose output voltage varies linearly with respect to the input signal. The slope detector is very basic form of such a circuit. Although it is linearly, its linearity response is not good. By tuning the circuit to receive the original signal on the slope of the response curve, the carrier amplitude V is caused to vary with the frequency. Same thing what I have already told. In this case, the circuit is tuned so that its resonant frequency F0 is low. Suppose, for example, listen here. Here I am taking this side. You can take this side also. Okay. Here I am taking this as a center frequency, and the incoming frequency is less than, like that I am taking. Suppose I can take a frequency less than the incoming frequency. For example, this is my center frequency. I can take the carrier frequency is less than the center frequency. For example, നിങ്ങൾക്ക് ഇവിടെ ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ നോക്കൂ, ഈ ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസിയാണ് F0 എന്ന് പറയുന്നത്. ഈ F0 എന്ന് പറഞ്ഞാൽ എനിക്ക് റൈറ്റ് സൈഡിലും എടുക്കാം, ലെഫ്റ്റ് സൈഡിലും എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിനകത്ത് ലെഫ്റ്റ് സൈഡിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ റൈറ്റ് സൈഡിലെടുക്കാം. ഇതാണ് റൈറ്റ് സൈഡിൽ എടുത്തിരിക്കുന്നത്. അവിടെ എന്താ പ്രത്യേകത? നിങ്ങളുടെ റെസൊണന്റ് ഫ്രീക്വൻസി കുറച്ചിട്ടാൽ മതി ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ. അതെങ്ങനെ കുറയ്ക്കാം? ജസ്റ്റ് ഇതിന് ട്യൂൺ ചെയ്താൽ മതി, കുറച്ചിടാം. അപ്പോൾ ക്യാരിയർ ഫ്രീക്വൻസി റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലനേഷൻ പറയുന്നത്. So in this circuit, in the case the circuit is tuned so that its resonant frequency F0 is lower than the carrier frequency. That means the resonant frequency F0 is lower than the carrier frequency. When the signal frequency increases above FC with the modulation, the amplitude of the carrier voltage drops. ശരിയല്ലേ? സിഗ്നൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ FC കൂടുമ്പോൾ modulating amplitude of the carrier voltage drops. When the signal frequency decreases below FC, the carrier voltage rises. If you take on the right side, so I will take the same as that of example. I will take the same graph. Okay, you have to consider only left side, so that there will not be any confusion. For that I am doing it in left side itself. So the center frequency is greater than the incoming carrier frequency, like that. So in the case the circuit is tuned so that
Why? Because in your this also, here also you are taking, for example I am taking this side only. Now for that, for explanation also I am taking left side only. So when the signal, in the case as the circuit is tuned so that the resonant frequency f0 is higher than the carrier frequency. Resonant frequency f0 is higher than the carrier frequency. When the signal frequency decreases below fc with the modulation, the amplitude of the carrier voltage decreases. That means as the frequency below fc, യിൽ ആംപ്ലിറ്റ്യൂഡ് കുറയും. കാരണം എന്താ, ഗെയിൻ കുറവായതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് കുറയും. When the signal frequency increases above fc, the carrier voltage rises. above fc എന്ന് പറഞ്ഞാൽ നോക്കൂ, ഫ്രീക്വൻസി കൂടുമ്പോൾ ഗെയിൻ കൂടുതലാണ്. സോ above fcയിൽ ഗെയിൻ കൂടുതലായതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡും കൂടും. So when the frequency increases above fc, the carrier voltage rises. So change in voltage resultant because of the change in magnitude of the impedance in the tuned circuit of the function, a tuned circuit as a function of frequency, and result in an effective conversion of frequency modulation into the amplitude modulation. The modulation recovered from AM by envelope detector.